തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മിച്ചതിൽ കേസെടുത്ത് കണ്ടോൺമെന്റ് പോലീസ്. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെയാണ് കേസ്. CPI അനുകൂല സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സത്യാഗ്രഹത്തിലാണ് റോഡ് കയ്യേറിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നേരത്തെ 100 പേർക്കെതിരെ കേസെടുത്തു എന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. ഇപ്പോൾ 150 പേർക്കെതിരെ കേസ് എന്നാകുന്നു. ഈ സമരം അവസാനിക്കാറായോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ സമരത്തിന് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്താണ്, കണ്ടോൺമെന്റ് പോലീസിന്റെ ഭാഗത്താണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധവും വിമർശനങ്ങളും ഇടയാക്കിയ സംഭവമാണ് ഉണ്ടായത്. സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ഗേറ്റിന് സമീപത്തായിട്ടാണ് ഈ സമരം നടക്കുന്നത്. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരം ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ സമരം ഇവിടെ നടന്നത്. ഈ സമരത്തിലാണ് റോഡിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് സ്റ്റേജ് നിർമ്മാണം നടത്തിയത്. നമുക്കറിയാം, മഞ്ചൂർ അടക്കമുള്ള CPMന്റെ ഏരിയ സമ്മേളനത്തിലുണ്ടായ വിഷയങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ഹൈക്കോടതി അടക്കം നടപടി സ്വീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യം അല്ലെങ്കിൽ സമാനമായ രീതിയിലാണ് ഇവിടെയും തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഇത്തരത്തിൽ റോഡ് തടഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഈ സ്റ്റേജ് നിർമ്മാണം നടത്തിയത്. മാത്രമല്ല, ഈ യാത്രക്കാർക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. അതായത് ഈ നടവഴിയും റോഡും കൂടി കൂട്ടിമുട്ടിച്ചുകൊണ്ടായിരുന്നു ഈ സ്റ്റേജ് നിർമ്മാണം നടത്തിയത്. അതിൽ കൂടുതൽ ഈ സ്ഥലത്തേക്ക് ഗതാഗത പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസ് ഇടപെടുകയും പോലീസ് ഇടപെട്ട് ഈ വഴി രണ്ടായിട്ട് മാറ്റിവിടുന്ന ഒരു രീതിയിലേക്ക്, അതായത് വാഹനങ്ങളെ രണ്ട് രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ രീതിയിൽ ഗതാഗത പ്രതിസന്ധിയും രൂക്ഷമായി. എന്തായാലും സംഭവത്തിൽ ജനം TVയുടെ വാർത്തയെ തുടർന്ന് നടപടി ഉണ്ടായിരിക്കുകയാണ്. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നടപടി എന്ന നിലയിൽ ഉണ്ടായിരിക്കുന്നത്. റേറ്റിന് മുന്നിൽ CPI സർവീസ് സംഘടനയുടെ റോഡ് കയ്യേറി സമരം. ഏതായാലും 150 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു കണ്ടോൺമെന്റ് പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലം.